നമസ്കാരം. പ്രധാന വാർത്തകൾ. QR കോഡ് വഴി 69 ലക്ഷം രൂപ തട്ടിയ കേസ്. കുറ്റസമ്മതം നടത്തി ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ. OBOC എന്ന സ്ഥാപനത്തിന്റെ ഉടമയും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡ് വഴി 69 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ കുറ്റം സമ്മതിച്ച് സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ. ഇവരെ കടയിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന്റെ സമയത്താണ് QR കോഡ് വഴിയുള്ള പണം തട്ടൽ പ്രതികൾ സമ്മതിച്ചത്. ഇതുവരെ 40 ലക്ഷത്തിന്റെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് പണം 3 ജീവനക്കാരും പങ്കിട്ടെടുത്തു. ഈ പണം സ്വർണം വാങ്ങാനായി ഉപയോഗിച്ചുവെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. തട്ടിപ്പ് നടത്തിയ പണം കൊണ്ടുവാങ്ങിയ സ്കൂട്ടറും സ്വർണവും കണ്ടുകെട്ടണമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതിന് ഭരണം നഷ്ടമായി. ഭരണസമിതിക്കെതിരെ UDFന്റെ അവിശ്വാസ പ്രമേയം. LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഇടതിന് ഭരണം നഷ്ടമായത്. CPM വിമത കലാ രാജു UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു. കലാരാജുവിനൊപ്പം ഒരു സ്വതന്ത്രനും UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പിന്നാലെ മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായി. നാടൻ പാട്ട് കലാകാരൻ പിടിയിൽ. കുമളി പഞ്ചായത്തിൽ 8-ാം വാർഡിൽ പാറപ്പള്ളി പള്ളം വീട്ടിൽ ശ്യാമാണ് പിടിയിലായത്. കുത്തിയതോട് SHO M അജയമോഹന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരടിലുള്ള വാടക വീട്ടിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. പ്രതിക്ക് മറ്റൊരു പെൺകുട്ടിയുമായുള്ള അടുപ്പം അറിഞ്ഞതിന് പിന്നാലെ യുവതി മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ചേർത്തല കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. ട്രെയിനിൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനിടെ തീപിടുത്തം. സംഭവം കൊല്ലത്ത്. കൊല്ലം ചൈന എഗ്മോർ എക്സ്പ്രസിൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എഞ്ചിൻ ഘടിപ്പിക്കുമ്പോഴാണ് തീയും പുകയും ഉയർന്നത്. ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കുകയായിരുന്നു. തുടർന്ന് മറ്റൊരു എഞ്ചിൻ ഘടിപ്പിച്ച് ട്രെയിൻ സർവീസ് തുടർന്നു. പാലക്കാട് മലവെള്ളപ്പാച്ചിൽ. വീടുകളുടെ മുറ്റത്തേക്ക് മണ്ണും കല്ലുകളും വന്നു നിറഞ്ഞു. ഉരുൾപൊട്ടിയോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പനിയൂർ ഇളംകുളത്തെ പ്രദേശവാസികൾ ഭയാനകമായ ശബ്ദം കേട്ടതായി പറയുന്നു. ഇതോടെ ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. പ്രദേശത്ത് ആകെ 7 വീടുകളാണുള്ളത്. ഇതിൽ 3 വീടുകളുടെ മതിലുകൾ ഇടിഞ്ഞു താഴ്ന്നു. വാണിയംകുളം പഞ്ചായത്തിലെ പനിയൂർ വെസ്റ്റ് 17-ാം വാർഡിലാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഇന്നലെയും ഇന്നുമായി ജില്ലയിൽ കനത്ത മഴയാണ്. മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്.